നമ്മളവിടെ സന്ദർശിച്ചിരുന്നു. നിങ്ങൾക്കറിയാം, ഞാനും വിദ്യാഭ്യാസ ഡയറക്ടറും വിദ്യാഭ്യാസ വകുപ്പിന് ഉദ്യോഗസ്ഥന്മാരെ സന്ദർശിച്ചിരുന്നു. ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. അതെല്ലാം അന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. എത്രയും പെട്ടെന്ന് ക്ലാസ് ആരംഭിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 2-3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, ക്ലാസ്സിന് സൗകര്യപ്പെടുത്തുക. 2 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുക്കുക. 1000 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുക്കുന്നതിനുള്ള കിറ്റ് തയ്യാറായിട്ടുണ്ട്. അത് പാഠപുസ്തകം, നോട്ട് പുസ്തകം, ബാഗ്, കൂട അങ്ങനെയെല്ലാം വെച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള ക്യാമ്പ്, പ്രധാനപ്പെട്ട ക്യാമ്പ് ഉണ്ടല്ലോ മേപ്പാടിയിൽ, ആ ക്യാമ്പിലാണ് കുട്ടികളായിരുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ 16 ക്ലാസ് അഡീഷണലായിട്ട് കുട്ടികളെ ഇരുത്തേണ്ടി വരും. അതല്ലാതെ വീണ്ടും ഒരു 10 ക്ലാസ് വേണ്ടി വരും. അതൊരു പുതുക്കി പണിയിന് പുതുതായിട്ട് ഒരു താൽക്കാലികമായിട്ട് പണിയാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഒരു മാസത്തിനുള്ളിൽ അവിടെ ഒരു മാസം വേണ്ട, അതിന് മുമ്പ് തന്നെ ക്ലാസ് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള സജീവമായ പ്രവർത്തനങ്ങളിലാണ്. മേപ്പാടി സ്കൂളിലെ അഡീഷണൽ സൗകര്യങ്ങൾ കൂടുതൽ ഒരിക്കലേ പറ്റുള്ളൂ. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒരു പ്രാരംഭ പ്ലാൻ തയ്യാറാക്കി മുഖ്യമന്ത്രിയുടെ അംഗീകാരം വാങ്ങിയിട്ടുണ്ട്. ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വാടക വീടുകളിലേക്ക് മാറുന്ന കാര്യം ഒരു വലിയ വിഷയമായി തന്നെ പറഞ്ഞിരുന്നു. എത്ര വാടക വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട്? ആ നടപടിക്രമം എനിക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം ധാരണയില്ല. എനിക്കൊരു ധാരണയില്ല. പക്ഷേ ഇപ്പൊ 2 ദിവസമായിട്ട് മന്ത്രിമാര് അവിടെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്ന മന്ത്രിമാരോട് ചോദിക്കും, അതായിരിക്കും തന്നെ. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ അവർക്ക് വീണ്ടും പഠനത്തിലേക്ക് കടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ്. തീർച്ചയായിട്ടും പഠനത്തിലേക്ക് 1 മാസത്തിനുള്ളിൽ തന്നെ അവർക്ക് വീണ്ടും പഠനത്തിലേക്ക് കടക്കാൻ കഴിയുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കും. ഓൾറെഡി കുറെ ക്ലാസ് പോയിട്ടുണ്ടല്ലോ, അപ്പൊ അതിന് മുന്നേ കുറെ ക്ലാസ് മിസ്സായിരുന്നു. കുട്ടികൾ ഫോക്കസ് ഏരിയ പോലെ എന്തെങ്കിലും നിശ്ചയിക്കണമെന്നൊക്കെ പറഞ്ഞു. അതിപ്പോ പരീക്ഷ ആ കുട്ടികൾക്ക് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. അത് അവരെ സംബന്ധിച്ച് അത് ആലോചിക്കാൻ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ. അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ കൈകാര്യം. മേപ്പാടി സ്കൂളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കും. എന്ന് മാത്രമല്ല, ഇപ്പൊ സർട്ടിഫിക്കറ്റ് തന്നെ 180ഓളം വരുന്ന സർട്ടിഫിക്കറ്റ് റെഡി ആയിരിക്കുക കുട്ടികളെ കൊടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ അപേക്ഷിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റ്, TC അങ്ങനെയുള്ള എല്ലാ വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമായിട്ടുണ്ട്. ഇപ്പം 180ഓളം വരുന്ന സർട്ടിഫിക്കറ്റുകൾ റെഡി ആയിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എത്തിക്കും. ഒരു കുട്ടിക്കാണെങ്കിൽ ഏതോ സ്കൂളിലോ ഏതോ കോളേജിലോ കേരളത്തിന് പുറത്തുള്ള ഒരു കോളേജിൽ ചേരണമെന്നുള്ള നിലയിൽ ഒരു SLC സർട്ടിഫിക്കറ്റും ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റും വേണമായിരുന്നു. ഒരു ദിവസം കൊണ്ട് തന്നെ അത് തയ്യാറാക്കി ആ കുട്ടിയെ വീട്ടിലെത്തിച്ചു. നമുക്ക് ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞാൽ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ചെയ്യാം.